ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണ കിടക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയാണെങ്കിൽ ഫ്രഷായി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വരുവാ സോഫയിൽ വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്ന ബാലേന്ദ്രൻ ചോദിക്കും എന്താ ഉദ്ദേശം എന്ന്. അല്ല സാർ, ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിച്ച് സോഫയിൽ എന്ന് പറയുന്നതും അതെ കിങ് ബെഡാണ്, 3 പേർക്കൊക്കെ അവിടെ കിടക്കാം എന്ന് പറയുമ്പോൾ സാറും കൃഷ്ണമോളും അവിടെ കിടന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ അലീന. കൃഷ്ണമോളും നീയും തമ്മിൽ എനിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ഇല്ല എന്ന് പറയാണ്. നീ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്റെ മൂത്ത മോളായിട്ട് ജനിക്കേണ്ടവളല്ലേ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ അലീന അങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ. ഇതാ കൃഷ്ണമോളുടെ ഇപ്പുറത്ത് കിടക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കൃഷ്ണമോൾ അങ്ങ് നീങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് അലീന ചെന്ന് കിടന്നുറങ്ങുവേ. ആ സമയത്ത് കുറച്ചു നേരം ലാപ്ടോപ്പിലൊക്കെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൃഷ്ണമോളെ കാണുന്നുണ്ടാവില്ല കേട്ടോ. ആ സമയത്ത് ബാലേന്ദ്രൻ നോക്കുമ്പോൾ കൃഷ്ണമോള് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരിക്കും. അപ്പൊ ബാലേന്ദ്രൻ എണീറ്റ് വരും കേട്ടോ. മോളെന്താ ഉറങ്ങാത്തേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ, എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നു, എനിക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് പൊട്ടിക്കരയണം അച്ഛാ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രന് അത് സഹിക്കാൻ പറ്റില്ല. ബാലേന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിച്ചു പോവാണ് കേട്ടോ. എന്നിട്ട് മോളെയും കൊണ്ട് പുറത്തേക്ക് ഗാർഡനിലൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് നമ്മുടെ കൃഷ്ണമോളുടെ കൈ അങ്ങ് പിടിച്ചിട്ട് ചോദിക്കും എന്താ മോളുടെ വിഷമം, അച്ഛനോട് പറ എന്തായാലും എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെ, അമ്മയോട് ഭയങ്കര ദേഷ്യവും വഴക്കും, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അച്ഛൻ ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും ശരിയാ മോളെ, അച്ഛൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒരു സ്നേഹവും ഇല്ല, എപ്പോൾ നോക്കിയാലും കീരിയും പമ്പും പോലെ. അച്ഛനാണ് ഇതൊക്കെ തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നുണ്ടോ മോക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയും അമ്മ പണ്ടേ ഇങ്ങനെ ആയിരുന്നല്ലോ അച്ഛാ, അച്ഛനാ മാറിപ്പോയത്, അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ മാറിപ്പോയെന്ന് മോക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അച്ഛൻ പെട്ടെന്ന് 2 ദിവസം എവിടെയോ പോയി ഒരുപാട് കുടിച്ചൊക്കെ വന്നു, അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഹോസ്പിറ്റലിൽ കിടന്നു, തിരിച്ചു വന്നിട്ട് റൂം മാറി അലീന ചേച്ചി മാത്രം കെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എല്ലാരും കൂടി ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അലീന ചേച്ചിയെ പുറത്താക്കി. അച്ഛൻ പിറകെ വന്ന അലീന ചേച്ചിയെ കാറി കയറ്റി കൊണ്ടുവന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാ വീണ്ടും അലീന ചേച്ചിയെ നമ്മുടെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്, പിന്നെയും വീട്ടില് വഴക്കാവും, എനിക്ക് ഓർത്തിട്ട് പാടില്ല, എനിക്ക് മരിച്ചാൽ മതിയെന്നാ എന്ന് കൃഷ്ണ അങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ കൃഷ്ണയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അച്ഛൻ ചെയ്തതെല്ലാം തെറ്റ്, അമ്മ ചെയ്യുന്നത് ശരി അല്ല മോളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോൾ എല്ലാരും കാണിക്കുന്ന പിടിവാശിയാ, അച്ഛൻ അമ്മയെ ജയിക്കാൻ നോക്കുന്നു, അമ്മ അച്ഛനെയും ജയിക്കാൻ നോക്കുന്നു, ഇതിനിടയിൽ കിടന്ന് ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും മോളോടെ ഞാനൊരു കഥ പറയട്ടെ, നിനക്ക് കേൾക്കാൻ ക്ഷമ ഉണ്ടാവോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടോളാന്ന് പറയട്ടെ കൃഷ്ണ. അപ്പൊ പറയും പണ്ടൊരു ചെക്കൻ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു 10-12 കൊല്ലം. അങ്ങനെ അവൻ അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് അവൾ വേറൊരുത്തനെ സ്നേഹിക്കുകയും ഒരുപാട് നാൾ അവന്റെ കൂടെ കഴിഞ്ഞെന്നും അതിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നും. അത് ചതിയല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയും വലിയ ചതിയാണ് അച്ഛൻ, എന്താ സംശയം, അപ്പോൾ അയാൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല എന്ന് പറയുമ്പോൾ ആ ചതി പറ്റിയവനാണ് നിന്റെ മുന്നിലിരിക്കുന്ന ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ആകെ സ്റ്റക്കായി പോവാണ് കേട്ടോ. ഇത് കേട്ട് നമ്മുടെ കൃഷ്ണ പറയും ഇല്ലച്ചാ, അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച, അങ്ങനെയൊന്നും നടന്നിട്ടില്ല അച്ഛാ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ എണീറ്റ് നിന്നിട്ട് പറയും അച്ഛനെ ആരും തെറ്റിദ്ധരിപ്പിക്കില്ല മോളെ, ഇനി കേട്ടതൊക്കെ സത്യമല്ലെങ്കിൽ വിശ്വസിക്കാത്തവനാണ് ഞാൻ, അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഞാനന്ന് ആഗ്രയിലേക്ക് 2 ദിവസം പോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോളാകെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെ ചെന്ന് ഞാൻ കിങ്ങേട്ടനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമോളെ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വൈജയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നോ എന്ന്. അദ്ദേഹം അത് സമ്മതിച്ചു. ഇതറിയാവുന്നവരാണ് ശിവേട്ടനും രാജീവനും മുത്തശ്ശിയും എല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടാ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കിയേ. എന്നെ ചതിച്ചത് അച്ഛൻ കള്ളു കുടിച്ചിട്ടല്ല മോളെ, അച്ഛന്റെ ഹൃദയം തകർന്നത് ഈ വഞ്ചന അറിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ബാലേന്ദ്രന്റെ കൈ അങ്ങ് പിടിക്കൂട്ടോ. ഞാൻ ഇതറിഞ്ഞു എന്ന് അവൾ അറിഞ്ഞാൽ അവൾ എന്റെ കൂടെ ജീവിക്കോ? ഇല്ല, ഒന്നുകിൽ സൂയിസൈഡ് ചെയ്തും അല്ലെങ്കിൽ ബന്ധം പിരിയും. ഇനിയിപ്പോ ഞാൻ തന്നെ അവളോട് ഇത് പറഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ ജീവിക്കോ? ഇല്ല മോളെ എന്ന് പറയും. നമ്മുടെ കൃഷ്ണമോൾ ആകെപ്പാടെ കരഞ്ഞു പോവാണേ. അപ്പോ നമ്മുടെ ബാലേന്ദ്രൻ കൃഷ്ണയെ അങ്ങ് കെട്ടിപ്പിടിക്കൂട്ടോ. അപ്പോഴും കൃഷ്ണ പറയുന്നത് അച്ഛാ അലീനേച്ചി ആണല്ലോ ഇപ്പൊ പ്രശ്നം, അലീനേച്ചി അങ്ങ് പറഞ്ഞു വിട്ടാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കും അലീന ആരാന്നാ നിന്റെ വിചാരം? നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഹോം നേഴ്സ് എന്ന് പറയുമ്പോൾ ഹോം നേഴ്സ് അവളാണ് വൈജ പ്രസവിച്ച ഓർഫനേജിൽ തള്ളിയ അന്നത്തെ കുഞ്ഞ് വളർന്നു വലുതായ ഇന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന അലീന എന്ന് പറയുമ്പോൾ കൃഷ്ണ വീണ്ടും ഞെട്ടിപ്പോവാണ് കേട്ടോ. അതൊക്കെ കാണാൻ മക്കളെ സീന് ഒരു സീനാണ്. എല്ലാരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടോളിട്ടോ, അടിപൊളിയാണ്. അവൾക്കറിയാം വൈജയുടെ മകളാണ് അവളെന്ന്, നിന്റെ
ചേച്ചിയാണെന്നു. ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നിനക്കും അറിയാലോ അവളുടെ അനിയത്തിയാണ് നീ എന്നു. ഇതൊക്കെ ഞാൻ ആരോട് പോയി പറയും? ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കാനിട്ട് ബാലേന്ദ്രൻ. ഇതൊക്കെ അറിഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് മോളെ? ഞാൻ ഒരുപാട് പ്രാവശ്യം എന്നോട് തന്നെ ചോദിച്ചതാ, മരിക്കണോ അതോ കൊല്ലണോ അതോ അല്ലെങ്കിൽ നാട് വിട്ടു പോണോന്ന്. ഞാനും ഒരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് തലയ്ക്ക് ഇങ്ങനെ കയ്യും കൊടുത്ത് നിൽക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് കരഞ്ഞിട്ട് അച്ഛനോട് ചേർന്ന് നിൽക്കുവാണ്. അതോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. ശരിക്കും ആ സീനൊക്കെ കണ്ട കരച്ചിൽ വരും കേട്ടോ. അപാര അഭിനയ ബാലേന്ദ്രൻ, സൂപ്പർ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണേ. ബൈ.